നിർണായക മണിക്കൂറുകൾക്കൊടുവിൽ പാർട്ടിക്ക് വിധേയപ്പെട്ട കെ സുധാകരൻ പാർട്ടിയിൽ തുടരുമെന്നും സ്വതന്ത്രനായി മത്സരിക്കില്ല എന്നും സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞു. കോളിളക്കങ്ങൾക്കൊടുവിൽ പാർട്ടിയാണ് വലുതെന്നാണ് സുധാകരന്റെ പ്രതികരണം. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. നിലപാട് പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്യും, പ്രവർത്തിക്കും. പുതിയ കാര്യങ്ങൾ നമ്മൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തന രംഗമായിട്ട് മുമ്പോട്ട് പോകും. പാർട്ടി തുടരാണ്ട് പിന്നെ ഞാനെവിടെ കൊണ്ട് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത് കൊണ്ട് പാർട്ടിന്റെ അകത്ത് നിഷേധിച്ചിട്ടില്ലല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ. ആക്കിനോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല, മത്സരിക്കില്ല. സ്വതന്ത്രമായി മത്സരിക്കില്ല. പാർട്ടിയുടെ അംഗീകാരം കിട്ടുമെങ്കിൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. വിവരങ്ങൾ നൽകാൻ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദ, അതായത് ഒരു കണ്ണൂർ അണുബോംബുമായിട്ടായിരുന്നു കെ സുധാകരന്റെ രംഗപ്രവേശം. എന്നാൽ ഇപ്പോഴിതാ ഡൽഹിയിൽ നിന്നും പുറത്തിറങ്ങവേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഒരു നനഞ്ഞ പടക്കമായി തന്നെയാണ്. കെ സുധാകരൻ എന്ന സിംഹത്തെ കൂട്ടിലാക്കിയത് ആരൊക്കെ ചേർന്നാണ്? എങ്ങനെയാണ് സുധാകരൻ വഴങ്ങിയത്? നേതൃത്വത്തിന് ഒടുവിൽ സുധാകരൻ വഴങ്ങിയിരിക്കുന്നു. മത്സരിക്കാൻ താനില്ല, മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടി സ്ഥാനാർത്ഥിയായി മാത്രം മത്സരിക്കുമെന്നുള്ളതാണ് സുധാകരൻ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് പാർട്ടിക്ക് വിധേയനായി തന്നെ നിൽക്കുകയാണ്. തനിക്ക് മുകളിലാണ് പാർട്ടി, താൻ പാർട്ടിക്ക് താഴെ നിൽക്കുന്ന ആളാണ്. പാർട്ടി പ്രവർത്തകർ, അതായത് കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് തന്റെ അനുയായികൾ വിവിധ ഭാഗങ്ങളിലുള്ളത്, അല്ലാതെ മറ്റ് സംഘം ചേരലിന്റെ ഭാഗമായിട്ടല്ല എന്നുള്ളതാണ് ഇപ്പോൾ സുധാകരൻ അല്പസമയം മുമ്പ് കേരളത്തിലേക്ക് മടങ്ങും മുമ്പ്, കണ്ണൂരിലേക്ക് മടങ്ങും മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. സുധാകരൻ വിമതനായി മത്സരിക്കും, സുധാകരൻ കലാപക്കൊടി ഉയർത്തും, കണ്ണൂരിലടക്കം പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും, വാർത്താ സമ്മേളനം വിളിക്കും, NDAയുടെ ഭാഗമാകും തുടങ്ങി അനേകം അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭ്യൂഹങ്ങളൊക്കെ തന്നെ അസ്തമിച്ചിരിക്കുകയാണ്. താൻ പാർട്ടി പ്രവർത്തകൻ, ആ പാർട്ടിക്ക് വിധേയനായി നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നു സുധാകരൻ വ്യക്തമാക്കി. ശക്തമായ സമ്മർദ്ദമായിരുന്നു സുധാകരന് മേൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ അവസരത്തിൽ, അതായത് 10 വർഷത്തിന് ശേഷം പാർട്ടി ഏതെങ്കിലും രീതിയിൽ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള പഠിച്ച പണി 18 നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത്തരത്തിൽ സുധാകരൻ വിമതപക്ഷം ഉയർത്തി കലാപക്കൊടി ഉയർത്തുന്ന പക്ഷം അത് സംസ്ഥാനത്തുടനീളം കോൺഗ്രസിന് കനത്ത തിരിച്ചടി വഴിവെക്കും. കോൺഗ്രസിന്റെ പരാജയത്തിന് ഒരേ ഒരു കാരണക്കാരൻ അത് സുധാകരൻ മാത്രമായിരിക്കുമെന്നുള്ളത് മല്ലികാർജുന ഖാർഗെ അടക്കം ഒടുവിൽ സുധാകരനെ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ അസ്തമനത്തിന് കാരണം സുധാകരൻ മാത്രമായിരിക്കുമെന്നുള്ളത് ഹൈക്കമാൻഡ്, കേന്ദ്ര നേതൃത്വം, കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് സുധാകരൻ മുട്ടുമടക്കുവാൻ, പാർട്ടിക്ക് വിധേയനാകുവാൻ വേണ്ടി തയ്യാറായത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. പലതരത്തിലുള്ള അനുനയ ചർച്ചകൾ നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല അടക്കം ആദ്യഘട്ടത്തിൽ അനുനയ ചർച്ച നടത്തിയിരുന്നു. അന്നൊന്നും തന്നെ സുധാകരൻ വഴങ്ങിയിരുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതേപോലെ തന്നെ പലതവണ KC വേണുഗോപാൽ ചർച്ച നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് മല്ലികാർജുന ഖാർഗെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാരത്തോൺ ചർച്ചകൾ ഏതാണ്ട് 2:30 മണിവരെ രാത്രിയിൽ ചർച്ചയായിരുന്നു. ആ ചർച്ചയിലും സുധാകരൻ ഒരു തരത്തിലുള്ള ഇളവുകളും നൽകേണ്ട എന്നുള്ളതായിരുന്നു പ്രധാനമായും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. KC വേണുഗോപാലും അതേപോലെ തന്നെ മല്ലികാർജുന ഖാർഗെയും അടക്കം ഈ യോഗത്തിൽ പങ്കെടുത്തു. ഒരു തരത്തിലുള്ള ഇളവ് സുധാകരൻ നൽകുന്ന പക്ഷം മറ്റ് MP-മാർക്കും സമാന ഇളവ് നൽകേണ്ട സാഹചര്യമുണ്ട്. അവരും കലാപക്കൊടി ഉയർത്തും, അവരും വിമത സ്വരം ഉയർത്തും. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് എന്നുള്ള വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനുണ്ടായി. മല്ലികാർജുന ഖാർഗെ കട്ടായം പറഞ്ഞു സുധാകരന് സീറ്റ് നൽകാൻ സാധിക്കില്ല എന്നുള്ളത്, മറ്റ് കോമഡികളില്ല എന്നുള്ളതാണ് സുധാകരൻ കണ്ടത്. ഈ ഒരു അവസരത്തിൽ അത് പാർട്ടിക്ക് വിധേയനാകുകയല്ലാതെ മറ്റ് കോമഡികളില്ല. നിലവിൽ കണ്ണൂരിൽ തന്നെ പാർട്ടിക്കകത്ത് വലിയ സുധാകരനെതിരെ ഒരു രീതിയിലുള്ള അമർഷം പുകയുന്നുണ്ടായിരുന്നു. കണ്ണൂർ DCC പോലും സുധാകരനൊപ്പം നിന്നില്ല എന്നുള്ളതാണ്. കണ്ണൂരിൽ സുധാകരനെതിരെ പരസ്യമായി തന്നെ പല നേതാക്കളും രംഗത്തെത്തുന്നു, അണികൾ രംഗത്തെത്തുന്നു. പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു, 10 വർഷത്തിന് ശേഷം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പിണറായിസത്തെ ശക്തമായി എതിർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ സുധാകരൻ കാരണം കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അല്ലെങ്കിൽ സുധാകരന്റെ പാർലമെന്ററി മോഹമാണ് ഇതിനെല്ലാം കാരണം. മന്ത്രിയാകുവാൻ വേണ്ടി കുപ്പായം തയ്ച്ചിട്ട് നിൽക്കുന്നു സുധാകരൻ തുടങ്ങിയ വിമർശനങ്ങൾ കണ്ണൂരിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ തന്നെ ഉയർന്നിരുന്നു. വ്യക്തമാണ്. അതായത് കണ്ണൂരിൽ കണ്ണുവെച്ച സുധാകരനെ എല്ലാവരും ചേർന്ന് മെരുക്കി എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും ആ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് കെട്ടടങ്ങിയിരിക്കുന്നു. നിർണായക മണിക്കൂറുകൾക്കൊടുവിലാണ് പാർട്ടിക്ക് ഇപ്പോൾ കെ സുധാകരൻ വിധേയപ്പെടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത്. പാർട്ടിയിൽ തുടരുമെന്നാണ് സുധാകരൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ.